ഏത് മേഖലയിലും അപകടമുണ്ട്. കിണർ കുത്തിയ അപകടമുണ്ട്, കരിമരുന്ന് പൊട്ടിപ്പോയ അപകടമുണ്ട് എന്നോർത്ത് നമ്മള് പള്ളികളില് വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് പെരുത്തിരുന്നാളുകളില് പടക്കം പൊട്ടിച്ചാല് ഒരച്ഛന്മാരുടെ കയ്യിൽ നിന്നും കാസയോ പിലാസയോ തെറിച്ച് താഴെ വീഴില്ല. ഈ കരിമരുന്ന് കാരണം എത്രയോ കുടിലുകളിലുള്ളവര് ജോലി ചെയ്ത് ജീവിക്കണം. ഈ കരിമരുന്ന് നിർത്തിയാല് ഇവരൊക്കെ എവിടെ പോയി ഇപ്പൊ ഉടനെ ജീവിക്കും? കരിമരുന്ന് വേണം സാറേ. ഈ പൂത്തിരിയും പടക്കമൊക്കെ നിർത്തല്ലേ? വേണിച്ചേന്റെ അവസ്ഥ കണ്ടോ? ഈ ബിസിനസ് നടത്തുന്ന ഓരോരുത്തരുടെ കുടുംബത്തിൽ നിന്ന് ഓരോരുത്തർ പോകുമ്പോൾ അവർക്ക് താനെ നിർത്തും. അതിന്റെ വേദന പോകുമ്പോൾ നിർത്തും. വേദന പൂർണ്ണമായി ഉൾക്കൊണ്ട് ഞങ്ങളൊക്കെ ഒത്തിരി കരഞ്ഞു ഇതൊക്കെ കണ്ടിട്ട്. പക്ഷെ വീട്ടിൽ നിന്ന് ഒരു ജോലിയായില്ലെന്ന് ഇന്നത്തെ നാട്ടില് എവിടെങ്കിലും പോയി പോറ്റ വരച്ച് കൊടുത്താക്കിട്ടു 500 രൂപ, പോറ്റ വരച്ച് കൊടുത്താക്കിട്ടു 500 രൂപ. കരിമരുന്ന് അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ലേ? ഈ അടുത്താളത്തല്ലേ ഇത്രയും കൂടി വന്നത്? മത്സരം കൊണ്ട് ജനങ്ങളെ കയ്യിലുണ്ടായ പണത്തിന്റെ പണക്കൊഴുപ്പ് കൊണ്ട് ഇത് ബിസിനസ്സായി വന്നു. ഈ കരിമരുന്ന് നമുക്ക് നല്ല വിവേകം ദൈവം തന്നിട്ടുണ്ട്, അതനുസരിച്ച് നമ്മൾ ജീവിക്കാം. എവിടെ മരണം അനിവാര്യമാണ്. മരണം ഈ ലോകത്ത് അതല്ല, സംബരം വിളിക്കുമ്പോ നമ്മള് പോണം. ഒരു സ്ഫോടനം ഉണ്ടായി സംബരം വിളിക്കുമ്പോ പോണം. അതുപോലെ പടക്കക്കാരനെ വിളിക്കുമ്പോ പോണോ? അത് ഓർക്കാപ്പുറത്ത് വരുന്ന അപകടങ്ങള് അത് തമ്പുരാന്റെ കയ്യിലുള്ള കാര്യം. എപ്പോഴും ഒരു കാര്യം പറയാനുണ്ട്. ഈ നിയമങ്ങളെല്ലാം ഏട്ടിലെ പശു പോലെയാണ്. ഏട്ടിലെ പശു ഒന്നും തിന്നില്ലല്ലോ. ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ നിയമങ്ങൾ പാലിക്കാനോ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട് നോക്കാനും നമ്മുടെ ദേവസ്വം ബോർഡ് നോക്കണം ഇത് അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത്. എന്ന് പറഞ്ഞതുപോലെ എവിടെയാണ് നടക്കുന്നത് അവിടെയുള്ള ആളുകൾ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അത് വിശദമായി പരിശോധിക്കും. സാറ് പറഞ്ഞ പോലെ ഏട്ടൻ പറഞ്ഞ പോലെ ഇത് സാധാരണക്കാരന്റെ വികാരമാണ്. ഞാൻ അതിന് ഒരിക്കലും അതാ സാധാരണക്കാരന്റെ എന്തൂസിയാസാ. പക്ഷെ അതുകൊണ്ടുണ്ടായ അപകടം മനസ്സിലാക്കുമ്പോഴാണ് ഈ എന്തൂസിയാസത്തെക്കാളിലും ഹേർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള പല സംഭവങ്ങൾ നടക്കുന്ന കാര്യം അമ്മ അറിയുന്നത്. ഈ രണ്ടാമത്തെ കാര്യം എല്ലാരും പറയുന്നുണ്ട് തൊഴിൽ മേഖല. ഇവിടെ ട്രാക്ടർ കണ്ടുപിടിച്ചപ്പോ എന്തോരം സമരം നടന്നതെന്നറിയോ സാറിന്? ട്രാക്ടർ കണ്ടുപിടിച്ചപ്പോ എത്ര തൊഴിൽ പോയെന്ന് പറഞ്ഞുണ്ട്. ട്രാക്ടർ കണ്ടുപിടിച്ച തൊഴിൽ പോവാന്നോ ചെയ്തേ? തൊഴിൽ പുതിയത് ഉണ്ടാവുക ചെയ്തേ? അതിന് തൊഴിലിനെ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു. ആ ചേച്ചി ഒരു ചെറിയ കട തുടങ്ങണം. ആ ചേച്ചി ഞാൻ കൊടുക്കാം. ഇവിടെ വെച്ച് ഞാൻ വാക്ക് തരുന്നു. എന്റെ നമ്പർ അല്ല, നമ്മുടെ നാട്ടില് പള്ളിപ്പെരുന്നാളായാലും ഒരു ഉത്സവമായാലും വെടിക്കെട്ട് അതില്ലാത്ത ഒരു ആഘോഷം നമുക്ക് ചിന്തിക്കാൻ പറ്റും. വേണം. പക്ഷെ സാറേ ഇതിനൊരു ലിമിറ്റ് വേണം. കാരണം ചെറുപ്പം മുതലേ നമുക്ക് ഈ വെടിക്കെട്ടില്ലാത്ത ഒരു ഉത്സവം പെരുന്നാളും ഇല്ല. പക്ഷെ അന്ന് അപകടങ്ങളില്ലായിരുന്നു. ഇന്ന് ഇത്രയും അപകടങ്ങളില്ലായിരുന്നു. ഇപ്പൊ അപകടങ്ങളുണ്ട്. അത് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് നിയന്ത്രണം ഈ ലിമിറ്റ് ആര് കൊണ്ടുവരും? അതിന്റെ കാരണം തീവ്രത കൂടുന്നുണ്ട്. ആരാണ് കൊണ്ടുവരുന്നത്? എന്തുകൊണ്ട് ഇങ്ങനെ അപകടങ്ങൾ നടത്താൻ നേരത്ത് പറയുന്നത് എന്താണെന്നറിയോ? നടത്താൻ നേരത്ത് പറയുന്നറിയോ? ആ ആശാൻ പൊട്ടിക്കുന്നതിനെ കഴിച്ചുകൊണ്ട് പവറിൽ നീ പൊട്ടിക്കണം. അപ്പോൾ അവനെന്ത് ചെയ്യും? ലിമിറ്റ് വെച്ചുകൊണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.